ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയ ഒരു കായൽ യാത്രയാണ്. കായലിൽ കൂടെ അതിനുശേഷം കണ്ടൽക്കാടുകളുടെ ഇടയിൽ കൂടെയൊക്കെ ഞങ്ങൾ പോയി. ഇത് സെമി സ്പീഡ് മോട്ടോർ ബോട്ടാണ്, 6 സീറ്റിൻ്റെ ആണ്. അങ്ങനെ നമ്മൾ കായൽ യാത്ര തുടങ്ങി. അവർക്ക് സെമി സ്പീഡ് മോട്ടറും ഉണ്ട്, അല്ലാത്ത സ്പീഡ് ബോട്ടും ഉണ്ട്, പിന്നെ വള്ളമുണ്ട്, പിന്നെ കയാക്ക് അങ്ങനെയുള്ള സംവിധാനമൊക്കെ ഉണ്ട്. നല്ല കാറ്റായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ബോട്ടിൽ കയറിയിട്ടില്ല. അപ്പം വെള്ളത്തിന് തൊട്ടടുത്തുകൂടുള്ള യാത്രയുണ്ട്. നമുക്കത് പ്രത്യേകതരം ഒരനുഭവമാണിത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ സ്പീഡൊക്കെ കൂട്ടാൻ തുടങ്ങി. അന്നേരം തന്നെ നമ്മുടെ മേത്തോട്ടൊക്കെ നന്നായിട്ട് ഉപ്പുവെള്ളമൊക്കെ തെറിക്കേ. അത് നമുക്ക് മുൻകൂറായിട്ട് അറിയാൻ വയ്യതുകൊണ്ട് അത് മാത്രമേ ഒരു പ്രശ്നമായിട്ട് തോന്നുള്ളൂ. പിന്നെ നല്ല വെയിലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള യാത്രകൾക്ക് പോകാൻ തിരഞ്ഞെടുക്കേണ്ടത് വൈകുന്നേരങ്ങളിൽ വേണമെന്ന് അവിടെ ആ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ കായലിൻ്റെ വ്യൂവും സൂര്യാസ്തമയത്തിൻ്റെ വ്യൂവും ഒക്കെ നമുക്ക് അന്നേരം ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഈ സൈഡിൽ കൂടെ ഒക്കെ നമ്മൾ കാണുന്നതില്ലേ, മീൻ വളർത്തലിൻ്റെയാണ്. അങ്ങനെ കെട്ടി നിർത്തിയിട്ട് അതിനകത്ത് മത്സ്യകൃഷി നടത്തുന്നത്. പിന്നെ സൈഡിൽ കൂടെ കാണുന്ന ഒരാൾ പൊക്കത്തിലുള്ള കണ്ടൽക്കാടുകളാണ്. അത് ഈ സംരക്ഷിക്കുന്ന ഇനത്തിൽപ്പെട്ട അവയാണെന്ന് ആ ചേട്ടൻ പറഞ്ഞു തന്നത്. അതിൻ്റെ ഒരു കൊമ്പ് പോലും നമുക്കൊന്നും വെട്ടാൻ പറ്റത്തില്ല. ഈ കണ്ടൽക്കാടുകളെ പറയുന്നത് വാക്കിംഗ് ട്രീസ് എന്നാണ്. അതിൻ്റെ വിത്തുണ്ടല്ലോ, കായ വെള്ളത്തിൽ വീണിട്ട് അത് എവിടെയാണോ ചെല്ലുന്നത്, ഒഴുകി എവിടെ ചെല്ലുന്നു അവിടെ പറ്റിപ്പിടിച്ച് വളരും. സുനാമിയെ പോലും തടഞ്ഞു നിർത്താൻ ശേഷിയുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള നല്ലൊരു യാത്രയായിരുന്നു. വെള്ളത്തിലൊക്കെ തൊട്ടും ഒക്കെ. പക്ഷേ നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് വെള്ളത്തിൽ കൂടെ പോകുമ്പം കുറച്ചൊക്കെ ഒരു പേടി തോന്നും. സ്പീഡ് കൂടുമ്പോഴത്തേക്ക് നമ്മൾ പറയും ഇത്രയും വേണ്ട നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഈ നമ്മുടെ സൈഡിൽ കൂടെയുള്ള മരത്തെ കൂടെ ഒക്കെ ഒരു കൂട്ടം എന്നല്ല, പല കൂട്ടം വവ്വാൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ. ആ ഒരു സാധനത്തെ കാണുമ്പോൾ മാത്രം നമുക്ക് പേടി വരും. പിന്നെ ഈ കാണുന്നത് ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ ഉത്സവ സമയത്ത് മാത്രം ആൾക്കാർക്ക് വരാൻ വേണ്ടി ആ സമയത്ത് വള്ളത്തിൽ വരുന്നതിനേക്കാളും എളുപ്പമായിട്ട് അവർ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആ സമയത്ത് അവർ രണ്ട് കരകളെയും തമ്മിൽ അന്നേരം അത് ബന്ധിപ്പിക്കും. ഇപ്പോൾ അതവിടെ സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുകയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. കണ്ടോ, പൊങ്ങിക്കിടക്കുന്ന പാലം. ഉത്സവ സീസണിലാകുമ്പോൾ ആ സമയത്ത് ജങ്കാറ് അല്ലെങ്കിൽ വള്ളത്തിന് പകരമായിട്ട് ഇത് നേരെയാക്കിയപ്പോൾ ആൾക്കാർക്ക് ഇതുവഴി ഈ കരയിൽ നിന്ന് അപ്പുറത്തെ കരയിലോട്ട് എത്താൻ പറ്റും. ഇനിയുള്ള സൈഡിലോട്ട് ശ്രദ്ധിച്ച് നോക്കണം. വവ്വാൽ തൂങ്ങിക്കിടക്കുന്നത് ധാരാളമായിട്ട് നമുക്ക് കാണാവേ. മുളങ്കാടുകളുടെ ഇടയിൽ കൂടെ എത്ര എണ്ണമാണെന്നറിയോ. പകൽ സമയമായതുകൊണ്ട് ഇതിനെക്കൊണ്ട് വലിയ ശല്യമൊന്നുമില്ല. പിന്നെ ഈ കിളികളെ കണ്ടോ, കുട്ടികൾ ഓരോ കുറ്റിയിലും ഓരോന്നായിട്ട് വന്നിരിക്കും. നമ്മൾ അടുത്തോട്ട് ചെല്ലുന്നതനുസരിച്ച് എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ ഓരോന്നായിട്ട് ഇപ്പോൾ വെയിലായതുകൊണ്ട് അതുങ്ങളും വന്ന് വിശ്രമിക്കുന്നതായിരിക്കും. പക്ഷേ 2-2:30 ആ സമയമായിട്ടുള്ളൂ അപ്പോഴാണ് നമ്മൾ പോയത്. പൊതുവെ ആ സമയത്ത് ആൾ കുറവായിരുന്നു കേട്ടോ. ഇതൊരു 3/4 മണിക്കൂറോളം നമ്മൾ കായലിൽ കൂടെ കൊണ്ടുപോകും. കായലിൽ കൂടെ പിന്നെ കടലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കൊണ്ടുപോകും. ഹൗസ് ബോട്ടിൽ പോകുമ്പോൾ നമുക്ക് വെള്ളത്തിന് ഇത്ര തൊട്ടടുത്ത് നമുക്ക് അതിനെ ഫീൽ ചെയ്യത്തില്ല. ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് വെള്ളം തൊട്ടടുത്തായിട്ട് നമുക്ക് അതിൻ്റെ ആ ഫീൽ കിട്ടും. പിന്നെ നമ്മൾ കൊണ്ടുപോയി ആ ചേട്ടനാണെങ്കിലും നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും ഒക്കെ ചെയ്യും. കാണുന്നതാണ് കണ്ടൽക്കാടുകൾ. എനിക്ക് ഈ കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടെയുള്ള യാത്ര ചെയ്തപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ മാന്ത്രികം സിനിമയിൽ മോഹൻലാലൊക്കെ മറ്റേ മുട്ടത്തരയുള്ള ആ വില്ലനെയൊക്കെ തേടി പോകുന്നൊരു യാത്രയില്ല, ആ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. വേറെ കുറേ സിനിമകളിലൊക്കെ ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്യാറുണ്ടെന്നൊക്കെ ആ ചേട്ടൻ പറഞ്ഞു. ഇതിന് നല്ല ആഴമുണ്ട് കേട്ടോ ഈ കായലിന്. അപ്പം പ്രത്യേകം പറഞ്ഞു ഫോണൊക്കെ സൂക്ഷിക്കണം, പോയതിന്. പിന്നെ ഈ കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് കണ്ടൽക്കാടിൻ്റെ കണ്ട് അപ്പം നേരെ നോക്കിയിരുന്നില്ലേ ചിലപ്പം കഴുത്തേലോ മുഖത്തൊക്കെ വന്ന് തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്രണ്ടിലോട്ട് നോക്കിയൊക്കെ ഇരിക്കണം. 2 ബോട്ടിന് അപ്പുറം ഇപ്പുറം പോകാനുള്ള അത്രയും വീതിയുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ ഈ പോകുന്നിടത്ത്. ഈ കാടിൻ്റെ ഇടയിൽ കൂടെയുള്ള സ്ഥലത്തുകളിലൊക്കെ ഇഷ്ടം പോലെ ഞണ്ടുണ്ട് കേട്ടോ. അതുങ്ങൾ അവിടെ കയറി ഇങ്ങനെ ഓരോ ചെടികൾ ഇങ്ങനെ വെട്ടിയിട്ടിരിക്കുന്നത് ആ ചേട്ടൻ നമുക്ക് കാണിച്ചു തരും. ഫസ്റ്റ് ടൈമാണ് ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടെയുള്ള ഒരു യാത്ര പോകുന്നത്. അതിൻ്റെ ഒരു ത്രില്ലൊക്കെ ഉണ്ടായിരുന്നു. നല്ലതായിട്ട് എന്നത്തേക്ക് ഓർക്കാൻ പറ്റിയൊരു യാത്ര തന്നെയാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് വെയിലിന് കുറേയൊക്കെ നമുക്ക് ആശ്വാസം തോന്നും. കാരണം കണ്ടൽക്കാട് ചുറ്റുമുണ്ട്. നമ്മുടെ കൊണ്ടുപോയ ചേട്ടൻ അവിടെ നമ്മുടെ ബോട്ടൊക്കെ നിർത്തി തരും. നമുക്ക് ആവശ്യത്തിനുള്ള ഫോട്ടോ എടുക്കാനും അവരായിട്ട് തന്നെ എടുത്തൊക്കെ തരും.
നമുക്കൊരു പേടി കാണും വെള്ളം ഇങ്ങനത്തെ ഉള്ള ഇതായതുകൊണ്ട് മുങ്ങുമെന്ന്. പക്ഷേ അതുവരെ അത്രയും ബാലൻസ് ചെയ്ത് നിർത്തി തരുമ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നും ഒക്കെ വേറെ സ്ഥലം അതിനകത്ത് തന്നെ ബോട്ടിൻ്റെ രണ്ട് ഫ്രണ്ടിൽ വന്നിരുന്നൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ അവർ സംവിധാനം അവർ ചെയ്തു തരും. നല്ല സപ്പോർട്ടീവായിട്ടുള്ള സ്റ്റാഫായിരുന്നു അവിടുത്തെ. ഉപ്പുവെള്ളമൊക്കെ മുഖത്ത് തെറിച്ചിട്ടുണ്ട്. മുഖത്ത് എങ്ങാനുമൊക്കെ മുറിവുണ്ട്, നല്ലതായിട്ട് നീറ്റിലുണ്ടാവും കേട്ടോ. ഇത് ഞങ്ങളെ ഓവർടേക്ക് ചെയ്ത് പോയ ഒരു സ്പീഡ് ബോട്ടാണ്. ഞങ്ങളവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയപ്പം ഞങ്ങൾ ഓവർടേക്ക് ചെയ്ത് പോയത്. അപ്പം നമ്മളതെല്ലാം കറക്കം എല്ലാം കഴിഞ്ഞ് തിരികെ നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങി അങ്ങോട്ട് ഇത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാ ബൈ ബൈ.